ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി എടുത്തതാണ് കേട്ടോ. നിലവിൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ദിവസമൊക്കെ എടുക്കാതെ പിറ്റേ ദിവസമൊക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടാക്കുമ്പോൾ കിക്കറടിച്ച് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഇത് ഇന്നലെയൊക്കെ ഉപയോഗിച്ച വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടി. പിന്നെ നമ്മൾ ഓടിച്ചു നോക്കിയപ്പോൾ വേറെ മിസ്സിങ്ങിൻ്റെ അങ്ങനെ വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോക്ക് ചെക്ക് ചെയ്യുമ്പോൾ ചോക്കിൻ്റെ കേബിൾ ഓൾറെഡി പൊട്ടിയേക്കാണ്. അതായത് ചോക്ക് കേബിൾ പൊട്ടിയിട്ട് ചോക്ക് വർക്കിംഗ് അല്ല. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അതായിരിക്കും നമ്മുടെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സോൾവ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നാളെ രാവിലെയൊക്കെ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പക്ഷേ രാവിലെ നമ്മളിന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും സാധാരണ നമുക്കിപ്പോൾ കാലത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, കാലത്ത് മാത്രമുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം അത് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്തോളൂ. നമുക്കിപ്പോൾ ഇതൊന്ന് റെഡി ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നോക്കാം. കാരണം ഞാൻ ഇപ്പോൾ നമുക്ക് കാർബറേറ്റർ ഇപ്പോൾ നമുക്ക് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇതില്ല. ചോക്കൊന്ന് റെഡിയാക്കി ഇടാം. ചോക്ക് ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചോക്കിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്രോൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലേയും എഞ്ചിനൊന്ന് വാം ആയിക്കുമ്പോൾ നമുക്ക് ചോക്ക് ഓഫ് ചെയ്യാനും പറ്റും. അത് നടക്കാത്തത് കൊണ്ട് വന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം ഇത്. പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി അതിൻ്റെ വരാനാണ് 99% സാധ്യത ഉള്ളത് കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ വണ്ടി എടുത്തൊന്ന് ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് ബാക്ക് ബ്രേക്കിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. നമുക്ക് ഹോണ്ടയുടെ കമ്പനി ലൈൻഡർ തന്നെയാണ് അതുമ്പോൾ കിടക്കണം, ഒറിജിനൽ ലൈൻഡറാണ് കിടക്കണേ. ലൈൻഡറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഹബിന് ഒരു അല്പം തേയ്മാനം കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്റർ കൗണ്ട് ചെയ്തേണ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഹബിൻ്റെ തേയ്മാനം വെച്ച് നോക്കുമ്പോൾ നോർമൽ ഇതൊക്കെ സാധാരണ രീതിയിലുള്ള ഒരു പ്രോബ്ലമായിട്ട് വേണം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഏകദേശം 1,00,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട് നമ്മൾ ഈ ഹബ്ബൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ബ്രേക്ക് ലൈൻഡർ. അപ്പോൾ അതിൻ്റെ ഒരു തേയ്മാനം എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. കൂടുതൽ പിന്നെയും വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ലൈറ്റിൽ കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് കയറ്റിയിടാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം എന്തോ ചെയ്തേക്കണ പോലെ തോന്നണുണ്ട് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തീരെ പ്രോബ്ലം ആണെങ്കിൽ നമുക്കതങ്ങനെ ചെയ്തിടാം കേട്ടോ. തൽക്കാലം ഇപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ ലെവൽ കുറവായിട്ടാണ് കാണുന്നത്, ഒരല്പം ലെവൽ ടോപ്പ് പെയിൻ്റായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടത്തിൽ ചെയ്തിട്ടേക്കാം. ഓയിൽ ലെവൽ ഇടയ്ക്ക് നമുക്ക് കുറഞ്ഞ പോണ കംപ്ലയിൻ്റ് ഉണ്ട്. മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തണുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഓയിലിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയത്. ഇത്രയും കേസാണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ചോക്കിൻ്റെ കേബിൾ മാറ്റാം. ആവശ്യമാണെങ്കിൽ ഒന്ന് ട്യൂൺ ചെയ്യാം. അതാണ് മെയിനായിട്ട് നമുക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. എന്തെങ്കിലും വണ്ടി നിന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് നാളെ രാവിലെ നമുക്കൊന്നുകൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് നാളെ പറയാം. ഓക്കെ.